കൃഷ്ണകുമാറിന് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ? ഈ മക്കൾക്ക് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ? അതോ പൈസയ്ക്ക് ഇത്രയ്ക്കും ആക്രാന്തമാണോ? കാരണം കൃഷ്ണകുമാറിൻ്റെ മക്കളൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അഹാന കൃഷ്ണൻ ഒരു വണ്ടിയൊക്കെ എടുത്ത്, ഒരു പുതിയ വലിയ വണ്ടിയൊക്കെ എടുത്തപ്പോഴത്തേക്കും സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് തന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സെലിബ്രിറ്റിയാണ്, ഒരുപാട് പേര് കാണാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ വളർച്ച, സബ്സ്ക്രിപ്ഷനിൽ വളർച്ച കണ്ടിട്ടാണോ, ഇനി സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സബ്സ്ക്രിപ്ഷൻ തരംഗമായതുകൊണ്ടാണോ കൃഷ്ണകുമാറിൻ്റെ മറ്റൊരു മകളും കൂടി തുടങ്ങിയിരിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ. പക്ഷെ ഒരുപാട് സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് തുണി അഴിക്കുന്ന ആ ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും അച്ഛൻ പറയുന്നത് മക്കളുടെ സ്വാതന്ത്ര്യം, ഞാൻ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് എന്നാണ്. അപ്പം എന്താണ് താങ്കളെപ്പോലെയുള്ള ആൾക്കാർ പൊതുജനത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അല്ല, എന്താണ് നിങ്ങളുടെ മക്കളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഈ അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ. ഓവർ സ്വാതന്ത്ര്യം കൊടുത്തു വീട്ടിൽ. ഓവർ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ മക്കൾ അത് നന്നായിട്ട് അങ്ങ് വിനിയോഗിച്ചു. സബ്സ്ക്രിപ്ഷനിലാണ് മക്കളെല്ലാവരും കയറി പിടിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്ന മറ്റൊന്നുമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി പെണ്ണുങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓടിപ്പോയി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. വളരെ കഷ്ടമാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഈ നാടിൻ്റെ പോക്ക്? ഏതെങ്കിലും ഒരു പെണ്ണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് കേട്ടാൽ തന്നെ ചാടി ഓടി അങ്ങോട്ട് പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവളുടെ തുണിയഴിച്ചാട്ടം കാണുക. അതിന് പണം പോകുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുമോ? അതില്ല. ഇതിനൊക്കെ കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം വളർന്നു വരുന്ന തലമുറകൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. നേരത്തെ അങ്ങനെയൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, കുറച്ച് റീൽസ് എടുക്കുക, അതിന് വരുന്ന കമൻറ്റ് ലൈക്കൊക്കെ നോക്കി ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പെൺകുട്ടികളുടെ ചിന്താഗതി. പക്ഷേ പെൺകുട്ടികളുടെ ചിന്താഗതി ഇന്ന് മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ ചിന്താഗതി. അതിന് ഏറ്റവും വലിയ എളുപ്പ കാര്യമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല കേട്ടോ, ഫേസ്ബുക്കിലും ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അല്ലാതെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന് വ്യൂസ് വരാനായിട്ട് പാടായിരിക്കും. അതിന് എത്ര വ്യൂസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കണം. ഇതൊരു കഷ്ടപ്പാടുമില്ല. ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, അതങ്ങോട്ട് ഒന്ന് പ്രൊമോഷൻ കൊടുക്കുക, അനൗൺസ് ചെയ്യുക, ഞാൻ ഡേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞ് വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. ആ ഒരു പോസ്റ്റ് കണ്ട് ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെല്ലാം ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പം അത് കഴിയുമ്പോൾ അതിനകത്ത് ചെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച്, വലിയ കഷ്ടപ്പെടുന്ന നിങ്ങൾ കണ്ടില്ലേ, വരിക, ഉടുപ്പൊന്ന് ഊരി കാണിക്കുക. ആദ്യം വരുമ്പോൾ ഉടുപ്പുണ്ടാവും കേട്ടോ, അതിനുശേഷം ഉടുപ്പൊന്ന് ഊരി കാണിക്കുക, പിന്നെ ഇതുപോലെ ഒന്ന് നടന്ന് കാണിക്കുക, പിന്നെ പല ഭാഗങ്ങളും ഒന്ന് സൂം ചെയ്ത് കാണിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത അമ്മമാരും ഹാപ്പി, ഇങ്ങോട്ട് എമൗണ്ട് വന്ന ഈ ചേച്ചിമാരും ഹാപ്പി. എന്നാലും ഈ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് ഇത്രയ്ക്കും ദാരിദ്ര്യം ഉണ്ടാകും, ഈ ഒരു ലെവലിലേക്കൊക്കെ ഇവർ വളരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.